അവന്റെ ഹൃദയം അല്ലാഹുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഹൃദയമാണ്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ്, ആ റബ്ബ് അവൻക്ക് എന്നെ സഹായിക്കാൻ കഴിയുന്നത് പോലെ ലോകത്ത് സഹായിക്കാൻ കഴിയുന്ന ഒരാളുമില്ലെന്ന് വിശ്വസിച്ച് അവനിലേക്ക് തവക്കുലാക്കി അല്ലാഹുവിനെ ഭാരമേൽപ്പിച്ചു കൊടുക്കുന്നവൻ. അല്ലാഹു മതിയായവനായില്ലെങ്കിൽ അവനിക്ക് ആരാണ് മതിയാകുന്നവൻ? അല്ലാഹു മതിയായവനല്ലേ? ആ നിലക്ക് ഖുർആൻ എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. ഈമാനുള്ള ഹൃദയങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകൂല. അതുകൊണ്ടാണ് ഒരൊറ്റ ജമാഅത്ത് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. മകൻ മരണപ്പെട്ടു പോയപ്പോൾ മകന്റെ അതേ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ആ മകനുമായി ബന്ധപ്പെട്ട മരണാനന്തര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടപ്പോ ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി. ഇതിന്റെ പേരിൽ ദിവസങ്ങളോളം അത് എന്റെ ഒരു നേരത്തെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നതിന്റെ പേരിൽ ദിവസങ്ങളോളം സുന്നത്ത് നിസ്കരിച്ച് തീർത്ത മഹാന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അവരുടെ ജീവിതത്തിൽ അവർക്ക് ദുന്യവിയായ ലോകത്തുള്ള പ്രയാസങ്ങൾ, മരണം അതേ മകനുമായി ബന്ധപ്പെട്ടതോ ബാപ്പയുമായി ബന്ധപ്പെട്ടതോ ഭൂമി ലോകത്തുള്ള ഒരു വിഷയങ്ങളും അവർ യഥാർത്ഥത്തിലുള്ള പാരത്രിക ലോകത്തെ നഷ്ടപ്പെടുത്തുന്നതിന് തടസ്സമായി അവര് കാണാറില്ല. അതാണ് മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അല്ലാഹുവിനെ അറിയേണ്ടതുപോലെ ഹൃദയത്തിൽ അവൻ അല്ലാഹുവിനെ അറിഞ്ഞാണ് ജീവിച്ചതെങ്കിൽ ആ ഹൃദയത്തിലേക്ക് ഒരിക്കലും സങ്കടങ്ങൾ കയറി വരൂല. അവന്റെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകൂല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. എല്ലാം എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൽ നിന്നുള്ളതാണ് എന്ന് വിശ്വസിക്കുമ്പോ, എല്ലാം എന്നെ സൃഷ്ടിച്ച് എന്നെക്കാൾ എന്റെ ശരീരത്തെ കുറിച്ച് അറിയുന്ന റബ്ബാണ് എനിക്ക് തന്നത് എന്ന് പറയുമ്പോ ആ റബ്ബിനോട് പിന്നെ കംപ്ലൈന്റ് ഇല്ല. അവന്റെ തീരുമാനത്തോട് എതിര് പറയാനില്ല, വിഷമം പറയാനില്ല. അതിനെന്ത് വേണം? ലോകസിട്ടാവായ റബ്ബുമായുള്ള ഹൃദയബന്ധം വേണം. റബ്ബിനെ യഥാർത്ഥത്തിൽ അറിയുന്നത് പോലെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിയണം. അങ്ങനെ അറിഞ്ഞ് അല്ലാഹുവിൽ വിശ്വസിക്കുകയും ആ റബ്ബിന്റെ അല്ലാഹ് എന്ന നാമത്തെ തന്നെ ഒരു മനുഷ്യൻ അംഗീകരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അവന്റെ ജീവിതത്തിൽ പിന്നെ ഒന്നിനും തകരാറുകളില്ല. എന്താ കാരണം? ആ അല്ലാഹ് എന്ന നാമം, ഇസ്മുല്ലാ, അല്ലാഹുവിന്റെ അല്ലാഹ് എന്ന നാമം എന്ന് പറയുന്നത് ഏറ്റവും അതേ ബഹുമാനമുള്ള നാമമാണ്. ആ ഏറ്റവും ആദരവുള്ള, ഏറ്റവും റബ്ബിന്റെ ഏറ്റവും ബഹുമാനമുള്ള അല്ലാഹ് എന്ന പേര്, ആ പേര് മുൻനിർത്തിയിട്ട് നീ റബ്ബിനോടൊരു കാര്യം ചോദിച്ചാൽ ഇന്നമാ യുസ്തജാബു ലക്, ആ ദുആക്ക് നിനക്ക് ഇജാബത്ത് കിട്ടിപ്പോയി. അല്ലാഹ് എന്ന പേര് ഉച്ചരിച്ച് അല്ലാഹുവിനോട് നീ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും നിന്റെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാനുണ്ട്. പക്ഷേ മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു ഡിമാൻഡ് വെക്കാണ്. എന്താണ് ഡിമാൻഡ്? വലൈസ ഫീ ഖൽബിക, ആ റബ്ബിനെ വിളിച്ച് ദുആ ചെയ്യുന്ന സമയം നിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഇല്ല. എന്തില്ല? വലൈസ ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ ഒന്നുമില്ല. എന്തല്ലാതെ ഇല്ല? ലോകത്തിന്റെ മുഴുവനും സിട്ടാവായ അല്ലാഹ്, ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയില്ല. ദുആ ചെയ്യുമ്പോ സദസ്സിലുള്ള ആളുകളൊക്കെ എന്നെ നോക്കുന്നുണ്ടല്ലോ, അവരൊക്കെ എന്നെ അറിയുന്നുണ്ടല്ലോ. ഞാൻ ഇങ്ങനെയൊക്കെ ദ്വാരക്കുമ്പോ അവരെന്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടല്ലോ. അവൻ എന്റെ ഹൃദയം പൊട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് ദ്വാരക്കുന്നത്, എന്റെ ജോർ എങ്ങനെയാണ് അവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് എന്റെ ദ്വാന്റെ ജോറ് കുറഞ്ഞു പോയിക്കൂടാ, എന്റെ ദ്വാന്റെ പവർ കുറഞ്ഞു പോയിക്കൂടാ, എന്റെ ദ്വാന്റെ വാക്കുകൾ ഒപ്പിക്കുന്നത് കുറഞ്ഞു പോയിക്കൂടാ, ലഫ്ളുകൾ നന്നാക്കുന്നത് കുറഞ്ഞു പോയിക്കൂടാ.
അവന്റെ ശ്രദ്ധ ദുആഇന്റെ ലഫ്ളുകൾ നന്നാക്കലാണ്, ദുആഇന്റെ വാക്കുകൾ നന്നാക്കലാണ്, കേൾക്കുന്ന ആളുകളെ രസിപ്പിക്കലാണ്, കേൾക്കുന്നവർക്ക് സുഖം കൊടുക്കലാണ്. അവനെ കുറിച്ചല്ല ഇമാം ഖദീമാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയാണ്, വലൈസ ഫീ ഖൽബിക, അവൻ അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഇല്ല അല്ലാഹ് എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്തയില്ല. ഇങ്ങനെ നീ ദുആ ചെയ്യുകയാണെങ്കിൽ മഹാനവറുകൾ പറയാണ്, തീർച്ചയായും നിന്റെ ഹമ്മിനെ ഉയർത്തിക്കളയാൻ, നിനക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ അതില്ലായ്മ ചെയ്യാൻ, നിന്റെ മനസ്സിലുള്ള ഏത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടാൻ അല്ലാഹ് എന്ന പേര് നീ മനസ്സറിഞ്ഞുച്ചരിക്കുന്നൊരു സ്വഭാവം, നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തട്ടിയിട്ട് നീ റബ്ബിനെ വിളിക്കുന്നൊരു ശൈലി നിന്റെ കയ്യിലുണ്ടോ? തീർച്ചയായും നിന്റെ ദുആക്ക് ഇജാബത്താണ്. മഹാനായ ഗൗസുൽ ആദം മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അതിനെന്ത് വേണം? ഹൃദയത്തിൽ തട്ടിയിട്ട് അല്ലാഹുവിനെ വിളിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഭൂമി ലോകത്തെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഏത് സമയമാണ് മനുഷ്യന് എന്നും നിലനിൽക്കൂന്ന് പറയാനുള്ളത്? അല്ലേ? എന്നും സന്തോഷം എന്ന് പറയാൻ അങ്ങനെ ഒരു സന്തോഷത്തെ നിങ്ങൾ ലോകത്ത് കാണിച്ചു തരും. മുറിയാത്ത സന്തോഷം, അങ്ങനെ ഒരു സന്തോഷം കാണിച്ചു തരും. മനുഷ്യന്റെ ജീവിതത്തിൽ പല സന്തോഷത്തിന്റെ നിമിഷങ്ങളുണ്ട്, അല്ലേ? ജീവിതത്തിന്റെ പല മേഖലകളെയും പിടിച്ചടക്കാനും വിജയിക്കാനുമാണ് മനുഷ്യന്റെ ജീവിതത്തെ പലപ്പോഴും മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ മക്കളോട് നിങ്ങൾ ചോദിച്ചു നോക്ക്, മോനെ നിനക്കെന്താ വേണ്ടത് എന്ന് ചോദിച്ചു നോക്ക്. അവൻ രാവിലെ സ്കൂളിൽ പോകുമ്പോ അവൻ പറയും, എങ്ങനെയെങ്കിലും ഈ സ്കൂൾ ജീവിതം ഒന്ന് അവസാനിപ്പിച്ച് കാക്കാന്റെ മാതിരി ഒരു ബൈക്ക് എടുത്ത് റോഡിൽ ഇറങ്ങണം, അല്ലേ? ലൈസൻസ് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അതിന്റെ സമയമാകട്ടെ, എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്നൊന്ന് സലാമത്താകണം, അല്ലേ? ഇതല്ലേ ചെറിയ മക്കളോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത്. എങ്ങനെയെങ്കിലും കാക്കാന്റെ മാതിരി ഈ സ്കൂളിൽ പോകുന്ന സ്വഭാവം ഒഴിവാക്കി എങ്ങനെയെങ്കിലും ഈ കോളേജ് ജീവിതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തൊരു റാഹത്ത് ഉണ്ടാകും. നിങ്ങൾ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുക, അവരവസ്ഥ എന്താണ്? അവർക്കെന്താ പറയാനുള്ളത്? അവര് പറയും, ആ പഴയ കാലത്തുണ്ടായിരുന്നൊരു സുഖം, അല്ലേ? ആ സ്കൂളിലൊക്കെ പോകുന്ന കാലത്തുണ്ടായിരുന്നൊരു സുഖം. എണ്ണേന്റെ പൈസന്റെ കാര്യത്തിൽ ബേജാറാകണ്ട, അല്ലേ? ബൈക്കിലെ എണ്ണ എപ്പോ നോക്കിയാലും ഒരു കട്ട ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അല്ലാതെ ആ ബൈക്ക് കണ്ടിട്ടുണ്ടാകൂല. ഈ ഒരു അവസ്ഥയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടൂ എന്നുള്ള ബേജാറില്ല അവനുള്ളത്. ഒന്നിരിക്കെ പഴയ കാലം സ്കൂളിൽ പോയി ഇരുന്നിരുന്ന ഒന്നും ചിന്തിക്കണ്ടാത്ത കാലഘട്ടം. അവന് സ്കൂളിലേക്ക് ഇറങ്ങി പോകുമ്പോ ആ കൊച്ചനുജനെ നോക്കിയിട്ട് കാക്ക പറയും, അവനെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവന്റെ ഒരു കാലഘട്ടം എത്ര സന്തോഷമുള്ള കാലഘട്ടമാണ്. ഇങ്ങനെയെങ്കിൽ മനുഷ്യൻ എവിടെയാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്? അങ്ങനെ അവൻ കോളേജ് ലൈഫ് കഴിഞ്ഞ് അവന് ദുബായിലോ ഖത്തറിലോ ചൈനയിലോ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവൻ ജോലിയുമായി പോയാലോ അവനെന്ത് പറയും? ആ കോളേജ് ലൈഫ് എണ്ണയില്ലാതെ ഈ ബൈക്കിൽ ഇപ്പൊ തീരും എന്ന് പ്രതീക്ഷിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം ഇതിനേക്കാളൊക്കെ എത്രയോ സുഖകരമായൊരു കാലഘട്ടമായിരുന്നു എന്നവൻ പറയും, അല്ലേ? അനുഭവിച്ചവർക്ക് ഏത് പറയാനറിയൂ. കുട്ടികളോട് പറഞ്ഞാൽ അവർക്ക് ഇതിന്ന് ഉൾക്കൊള്ളാൻ കഴിയൂല. ജീവിതത്തിലെ കോളേജ് ലൈഫ് കഴിഞ്ഞ് ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന നമ്മുടെ യൗവന സമൂഹത്തോട് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ളത് ഈ സങ്കടങ്ങളെ കുറിച്ചാണ്. അവർക്ക് എത്രയോ ഇഷ്ടമായിരുന്നു ആ എണ്ണ തീർന്നാലും സാരമില്ല, അനുജന്മാരെ വിളിച്ച് ചങ്ങാതിമാരെ വിളിച്ച് റോഡിൽ നിന്ന് തള്ളിയിട്ട് ആ വണ്ടി എടുത്തു പോയിരുന്നൊരു കാലം ജീവിക്കുന്ന കാലത്ത് അവൻ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആ വണ്ടി ഓഫായിട്ട് ചങ്ങാതിമാര് വന്ന് എണ്ണയടിച്ച് ഓടിച്ച വണ്ടിയുടെ സുഖത്തെ അവൻ അറിയുന്നത് പിന്നീട് അധ്വാനിക്കാൻ പോയപ്പോഴാണ്. ആ കാലഘട്ടമാണ് ഇതിനേക്കാൾ നല്ല കാലഘട്ടം എന്ന് അവൻ ആസ്വദിക്കുന്നത്. അതും കഴിഞ്ഞ് അവന്റെ ജീവിതത്തിലെ വിവാഹ ജീവിതവും അതുപോലെ ദാമ്പത്യ ജീവിതവും അവനൊരു ഗൃഹനാഥനും അങ്ങനെ ജീവിതത്തിലെ ഭാരങ്ങളുടെ പണ്ടം ഇങ്ങനെ പേറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് പഴയ കാലത്തെ ഓരോ നിമിഷങ്ങളും കുട്ടികളില്ലാത്ത കാലം ഭാര്യനെയും കൂട്ടി കറങ്ങേണ്ട കാലായിരുന്നു, അന്ന് കറങ്ങാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നോക്കി അവന്റെ ജീവിതത്തിലും കഴിഞ്ഞുപോയ കാലത്തെ സുഖങ്ങളെ കുറിച്ചല്ലാതെ ലൈവായി കറന്റ്ലി അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ സുഗമമായി ജീവിച്ചാസ്വദിക്കാൻ
മനുഷ്യന് സാധിക്കുന്നുണ്ടോ എന്ന് സ്വന്തം നഫ്സിനോട് നമ്മൾ ചോദിച്ചു നോക്കണം. എന്തുകൊണ്ട് കഴിയുന്നില്ല? അവന്റെ ജീവിതത്തിൽ അവൻ എന്തൊക്കെയോ ഭാവി സ്വപ്നങ്ങളുണ്ട് എന്നതിന്റെ പേരിൽ കറന്റ്ലി അവന്റെ ജീവിതത്തെ ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അവൻ യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തവനാണ്. ഞാനിപ്പോ ഇന്നിവിടെ വരുന്നതിന്റെ മുമ്പ് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിച്ച് ഒതുവെടുക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറാൻ നിൽക്കുമ്പോ എന്നോട് ഒരാൾ വന്ന് ചോദിച്ചു, ചെരുപ്പ് വേണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചിലപ്പോ എന്റെ വലുപ്പമുള്ള ചെരുപ്പ് ഉണ്ടാകൂല, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞു. എന്റെ കാലിന്റെ വലുപ്പമുള്ള ചെരുപ്പ് ഉണ്ടാകൂല, അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ആസ്വദിക്കുകയാണ്. എനിക്ക് നല്ല സന്തോഷമാണ്. എന്റെ ചെരുപ്പ് ആരും ചവിട്ടിയാൽ അയാൾക്ക് ഒക്കൂലല്ലോ, അപ്പൊ എനിക്ക് നല്ല സന്തോഷമാണ്. അതെങ്ങാനും എന്റെ ജീവിതത്തിൽ ഞാനൊരു ടെൻഷനായി എടുത്താൽ, എവിടെ പോയാലും ചവിട്ടാൻ പറ്റുന്ന ചെരുപ്പ് കിട്ടൂല എന്ന് വിചാരിച്ച് ടെൻഷനായി ജീവിതത്തിൽ കണ്ടാൽ എന്റെ ജീവിതത്തെ എനിക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മറിച്ച് നമുക്ക് അള്ളാഹു തന്നതിൽ എങ്ങനെയാണോ, എവിടെയാണോ നമുക്ക് സന്തോഷത്തെ തേടിപ്പിടിക്കാൻ കഴിയുന്നത്, അവിടെയാണ് യഥാർത്ഥത്തിൽ നല്ല ബുദ്ധിമാനായ ജീവിതത്തിന്റെ ലൈഫ് നമുക്ക് ഉണ്ടാകുന്നത് എന്നതാണ് സത്യം. ഒരിക്കലും ഉള്ള ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയില്ല. അതേ സ്ഥാനത്ത് നേടിയെടുക്കാൻ കഴിയാത്തതായി ലോകത്തൊന്നുമില്ല. ലോകത്ത് ഏത് മനുഷ്യനും അവൻ ആഗ്രഹിക്കുന്ന ലോകത്തെ തേടിപ്പിടിക്കാൻ അവൻ തീരുമാനിച്ച് അവൻ അതിന്റെ പണിയെടുത്താൽ അത് തെരൽ അള്ളാഹുവാണ്. പണിയെടുക്കലാണ് നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ പണിയെടുക്കാൻ ഒരിക്കലും ഞാനതിന് പറ്റാത്തവനാണ്, ഞാനതിന് കഴിവില്ലാത്തവനാണ്, ഞാനൊരിക്കലും വളരാത്തവനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരോട് പറയുന്നു, നിങ്ങൾ എന്റെ പ്രായമുള്ള കൂട്ടുകാരായ ചെറുപ്പക്കാരാണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നത്, ഒരിക്കലും നമ്മൾ കഴിവില്ലാത്തവരായി വിലയിരുത്തരുത്. നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് നമ്മൾ സ്വന്തം മുദ്ര കുത്തിക്കളയരുത്. നമുക്ക് അല്ലാഹു നൽകിയ നൂറുകണക്കിന് നിഅമത്തുകളുണ്ട്. ആ നിഅമത്തുകളെ മറന്ന് ഞാനൊരു കഴിവില്ലാത്തവനാണെന്ന് സ്വയം ചിത്രീകരിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടുന്നവനാകരുത്. നമ്മള് ഏത് മുസ്ലിയാരായാലും, ഏത് ആലിമായാലും, ഏത് പണ്ഡിതനായാലും, ഏത് പാമരനായാലും എന്നല്ല 10ാം ക്ലാസ്സിൽ തോറ്റവനാണെങ്കിൽ പോലും അവനും തിളങ്ങാൻ പറ്റുന്ന ലോകങ്ങളുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ഏകദേശം 100 കണക്കിന് എണ്ണത്തിന്റെ മേലെ ഷോപ്പിന്റെ ഓണറായ ഒരു മുതലാളിയുടെ കൂടെ ഒരു കോഫി ഷോപ്പിൽ ദുബായിൽ ഇങ്ങനെ സംസാരിക്കുമ്പോ അയാൾ എന്നോട് ഒരു ദിവസം പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, എന്റെ ഷോപ്പിൽ ഞാൻ പരമാവധി +2 തോറ്റവരെ മാത്രമേ എടുക്കാറുള്ളൂ. മാനേജർമാരായി ഞാൻ മാനേജർമാരെ സെലക്ട് ചെയ്യുമ്പോ പരമാവധി +2 തോറ്റതേ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ ചോദിച്ചാ എന്തേ? ഞാൻ 10ാം ക്ലാസ് തോറ്റ ആളാണ് എന്ന് പറഞ്ഞ ഇയാള്. ഞാൻ 10ാം ക്ലാസ് തോറ്റ ആളാണ്. 100ന്റെ മേലെ അയാൾക്ക് ഷോപ്പുണ്ട്, എനിക്കറിയാം. കേരളത്തിലുണ്ട്, ദുബായിലുണ്ട്, ഖത്തറിലുണ്ട്, പല രാജ്യങ്ങളിലുണ്ട്. ഞാൻ 10ാം ക്ലാസ് തോറ്റ ആളാണ്. എന്റെ സ്ഥാപനത്തിൽ മാനേജറായി വരുന്നവൻ +2 തോറ്റവനായിരിക്കണം. എന്നാലേ അവൻ ഞാൻ പറയുന്നത് പോലെ അംഗീകരിക്കും. +2 കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസവും ഡിഗ്രിയും നല്ല സംവിധാനങ്ങളൊക്കെ ആയി വന്നവനാണെങ്കിൽ അവൻ ഞാൻ പറയുന്നത് ഉൾക്കൊള്ളൂല. അവന്റെ 10 കൊല്ലത്തെ പഠനം കൊണ്ട് അവനിക്ക് 100 ഷോപ്പ് ഉണ്ടാക്കാനും സാധിക്കൂല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞത് കൊണ്ട് 10ാം ക്ലാസ് തോക്കലും +2 തോക്കലും വലിയ ബഹുമാനാണ്. ചെറുപ്പക്കാരായ കുട്ടികളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് തോന്നിപ്പോകരുത്. അതേ സ്ഥാനത്ത് തോറ്റവനും ലോകത്ത് അവസരങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. 10ാം ക്ലാസ്സിൽ തോറ്റവനും അവസരങ്ങളുണ്ട്, +2 തോറ്റവനും അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ ഇല്ലായ്മയെ തടഞ്ഞു വെക്കുന്നതിന് പകരം എത്തിപ്പിടിക്കാൻ പറ്റാത്ത ലോകങ്ങളില്ല എന്നുറച്ച് വിശ്വസിക്കണം. തലപ്പാവ് ധരിച്ചു എന്നതിന്റെ പേരിൽ, ഞാനൊരു കന്തൂറ ധരിച്ചു എന്നതിന്റെ പേരിൽ, ഞാനൊരു ആലിമിന്റെ വേഷം ധരിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും വീട്ടിലെ ആളുകൾ മരിച്ചതിന്റെ പേരിൽ റാഡോ വാച്ച് കെട്ടേണ്ടവനല്ല ഞാൻ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് വേണം. ആരെങ്കിലും തന്നിട്ട് ജീവിക്കണം എന്ന ചിന്താഗതി നമുക്കുണ്ടാകരുത്. അത് വെറും ആലിമീകൾക്കും മുതാലിമീകൾക്കും മാത്രമല്ല, ലോകത്തൊരാൾക്കും ഉണ്ടാകരുത്. ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് ഏത് മുതലാളിക്ക് കൊടുത്തിട്ടുണ്ടോ ആ മുതലാളിക്ക് കൊടുത്ത റബ്ബ് തന്നെയാണ് എന്റെയും റബ്ബ്. ആ റബ്ബിന് എനിക്കും തരാൻ കഴിയും. അതിനെന്ത് വേണം? ഞാൻ പണിയെടുക്കണം, ഞാൻ അധ്വാനിക്കണം. ഞാൻ അധ്വാനിച്ച് ചെയ്യുന്നതിന് എന്റെ റബ്ബ് എനിക്ക് ഫലം തരുമെന്ന് വിശ്വസിച്ച് എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കൂല എന്നുള്ള വിശ്വാസത്തോടുകൂടെ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് ജീവിക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനെ ഒരിക്കലും റബ്ബ് കൈയൊഴിക്കൂല എന്നാ ഞാൻ പറഞ്ഞത്. അതിനെന്ത് വേണം? എന്റെ റബ്ബ് കൈയൊഴിക്കൂല എന്നുള്ള വിശ്വാസം വേണം. ഞാൻ വിശദമായി അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ മുമ്പ് എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, അമ്മോശന്റെ പണം കണ്ടിട്ട് കുറ്റിയടിക്കുന്നവനാകരുത്, അമ്മോശന്റെ പോക്കറ്റ് നോക്കിയിട്ട് പരക്ക് കുറ്റിയടിക്കുന്നവനാകരുത്, ഉപ്പാന്റെ പോക്കറ്റ് നോക്കിയിട്ട് കല്യാണം നിശ്ചയിക്കുന്നവനാകരുത്, ഉമ്മാ
ഉമ്മാന്റെ പണ്ടം കണ്ടിട്ട് ജീവിതത്തെ തിട്ടപ്പെടുത്തുന്നവനാകരുത്. ഭാര്യന്റെ സ്വർണം കണ്ടിട്ട് ബിസിനസ് തുടങ്ങുന്നവനാകരുത്. മറിച്ചോ തുടങ്ങിയാൽ എന്റെ റബ്ബെനിക്ക് തരേണ്ടതൊക്കെ തരും, എന്റെ പണി അധ്വാനിക്കലാണ് എന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ അധ്വാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങുന്ന ഒരാളെയും ലോകത്ത് റബ്ബ് വെറുതെ ആക്കൂല. അതിനെന്താ വേണ്ടത്? ഏനും എന്റെ ജീവിതത്തിലും എന്റെ റബ്ബെനിക്ക് പല കഴിവുകളും തന്നിട്ടുണ്ട്. ഏത് കഴിവിലാണോ എനിക്ക് തിളങ്ങാൻ കഴിയുന്നത് ആ മേഖലയിൽ ഞാൻ തിളങ്ങാൻ എന്റെ റബ്ബിലേക്ക് തവക്കുലാക്കിയിട്ട് ഞാൻ ഇറങ്ങണമെന്ന് ചിന്തിക്കുന്നവനാകണം. ബാപ്പാക്ക് 10 ഷോപ്പാണ്, 15 ഷോപ്പാണ്, അല്ലെങ്കിൽ ബാപ്പക്ക് 20 ഷോപ്പാണ്, 40 ഷോപ്പാണ്. ബാപ്പാന്റെ 40 നോക്കിയിട്ടിരിക്കുന്നവനാകരുത്. മറിച്ചോ സ്വന്തത്തിൽ ജീവിതത്തിൽ അധ്വാനിച്ച കാര്യങ്ങളെ നേടിയെടുക്കാനും അധ്വാനിക്കാനുമുള്ള മനസ്സ് ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്തവനാണോ റബ്ബിന്റെ മുന്നിൽ പ്രതീക്ഷ അർപ്പിച്ചൊരടിമയും വെറുതെയായി പോകൂല. അലൈഹിസ്സല്ലാഹു ബികാഫിൻ അബ്ദാ. അല്ലാഹുവിന്റെ ഖുർആൻ എന്നോട് നിങ്ങളോട് ചോദിക്കുന്നത് അടിമയാണോ? ആ അടിമക്ക് ഉടമയായ റബ്ബ് മതിയായവനല്ലേ? അല്ലാഹുവിന്റെ ഖുർആൻ. അടിമത്തം വേണ്ടത് മുതലാളിയുടെ മുന്നിലല്ല, അടിമത്തം വേണ്ടത് ബാപ്പന്റെ മുന്നിലല്ല, അടിമത്തം വേണ്ടത് ഉമ്മാന്റെ മുന്നിലല്ല, അടിമത്തം വേണ്ടത് ഭർത്താവിന്റെ മുന്നിലല്ല, അടിമത്തം വേണ്ടത് ഭാര്യന്റെ മുന്നിലല്ല. മറിച്ചോ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിലാണ്. അവനാണ് യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥൻ. ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ചിട്ട് എന്റെ റബ്ബ് കൈയൊഴിക്കൂല എന്നുള്ള വിശ്വാസത്തോടെ ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരായ ചെറുപ്പക്കാരെ, അങ്ങാടിയിലിരുന്ന് സമയം കളയുന്നതിന് പകരം പുതിയതായി എനിക്ക് എന്റെ ജീവിതത്തിൽ നേടിയെടുക്കാൻ എന്ത് കഴിയുമെന്ന് ചിന്തിക്കുന്ന മനസ്സ് ജീവിതത്തിൽ സമ്പാദിച്ചെടുത്തോ. നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് ചിന്തിക്കുകയും നമ്മൾ കഴിവില്ലാത്തവരാണെന്ന് നമ്മളെ വിലയിരുത്തുകയും സ്വയം ശരീരത്തെ അടിച്ചമർത്തി കഴിവില്ലാത്തവനായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിന് പകരം എനിക്കും എല്ലാറ്റിനും കഴിയും എന്ന് ചിന്തിച്ച് എവിടെയാണോ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡ് അവിടെ തെരഞ്ഞെടുത്ത് തിളങ്ങാൻ വേണ്ടി അധ്വാനിക്കുന്നവനാകണം മനുഷ്യൻ. അവിടെ മികവ് കാണിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനാകണം മനുഷ്യൻ. അധ്വാനിക്കലാണ് നമ്മളെ ഡ്യൂട്ടി. കൊടുക്കുന്നവൻ ഞാനല്ല, നീയുമല്ല, നിന്റെ മുതലാളിയുമല്ല, എന്റെ മുതലാളിയുമല്ല. മറിച്ചോ വല്ലാഹു വൽ മുഅ്തി. കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കണം. ആനായ പൊസോട്ട് തങ്ങളുടെ ഹജ്ജിന് പോകാൻ അവസരം ഉണ്ടായി. തങ്ങളവരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം തങ്ങൾ എന്നോട് പറയാണ്, മോനെ ഞാനൊരു ദിവസം പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടും വിഷമൊക്കെ ഒന്ന് മാറണം, നല്ല സുഖദുഃഖമായ സൗകര്യമുള്ള ജീവിതം വേണമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ എന്റെ ബാപ്പനോട് ഒരു സമയത്ത് പോയി ചോദിച്ചു. തങ്ങളവർ പറയാണ്, ഞാൻ ദർസ് നിർത്തിയിട്ട് വിദേശത്തേക്ക് പോയാലോ, അധ്വാനിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോയാലോ എന്ന് ഞാൻ എന്റെ ബാപ്പനോട് ചോദിച്ചപ്പോൾ തങ്ങളവരുടെ ബാപ്പ തിരിച്ചു ചോദിച്ചു പോലും, മോനെ ആ പറയുന്ന വിദേശ രാജ്യത്ത് വേറെ പടച്ചോനാണോ? അവിടെ വേറെ പടച്ചോനെ കിട്ടുമോ നിനക്ക്? പടച്ച റബ്ബ് ഒന്നേ ഉള്ളു ദുബായിക്കും അതുപോലെ അതിന്റെ ഇന്ത്യയിലും എന്റെയും നിന്റെയും കേരളത്തിലും നമ്മൾ ജീവിക്കുന്ന നാട്ടിലും അല്ല നീ കാണുന്ന ഏതെങ്കിലും അത്തരം രാജ്യങ്ങളിലും എല്ലാ ഇടങ്ങളിലും പടച്ച റബ്ബ് ഒന്നേ ഉള്ളൂ. ആ റബ്ബ് എന്നെ കൈയൊഴിക്കൂല എന്നുള്ള വിശ്വാസത്തോടുകൂടെ റബ്ബിൽ തവക്കുലാക്കിയുള്ള ജീവിതം നിന്റെ കയ്യിലുണ്ടോ? നീ പരാജയപ്പെട്ടു പോകൂല. ഇത് തന്നെ അവിടെ നിന്ന് ഉപദേശിക്കുമ്പോ എന്നോട് നിങ്ങളോട് ഉപദേശിക്കാണ്, മോനെ നീ അല്ലാഹ് എന്ന നാമത്തെ അറിയുകയും ആ നാമത്തെ ബഹുമാനിക്കുകയും ആ നാമത്തെ മുറുകെ പിടിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ എങ്ങനെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാകണം എന്നറിയോ? നിന്റെ ഹൃദയത്തിലില്ലേ ഇല്ല എന്ന ചിന്തയല്ലാത്ത മറ്റൊരു ചിന്ത നിന്റെ മനസ്സിലില്ലെങ്കിൽ മോനെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഏത് വിഷമങ്ങളെയും എടുത്ത് മാറ്റിക്കളയാൻ അല്ലാഹ് എന്ന നാമത്തിന് കഴിയുമെന്ന കാര്യത്തിൽ നീ സംശയിക്കേണ്ടതില്ല. പോരാ, ഈ കലിമത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ് എന്നറിയോ? നിനക്ക് തരുന്ന റബ്ബിന്റെ നിഅമത്തുകളുണ്ടല്ലോ, ആ നിഅമത്തുകൾ അധികരിക്കാനും
ഇതിനും മതിയായി പോയി. മോനെ നിനക്ക് ബാധിക്കുന്ന അസൂയയുടെ പേരിലോ കണ്ണിന്റെ പേരിലോ സിഹറിന്റെ പേരിലോ അല്ല വിഷബാധയുടെ പേരിലോ നീ അനുഭവിക്കുന്ന എന്ത് പ്രയാസങ്ങളുണ്ടോ അത് പൊളിച്ചടക്കി കളയാൻ ലോകത്ത് മതിയാകുന്ന ഇസ്മുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഇസ്മാൻ ഇസ്മുല്ലാഹിൽ അഅ്ലം, അല്ലാഹുവിന്റെ ഏറ്റവും അഅ്ലമായ പേര് അല്ലാഹ് എന്ന പേര് കേട്ടോ. ആ പേരിന്റെ പ്രത്യേകത എന്താണ്? നിന്റെ ഏത് പ്രയാസങ്ങളെയും നീക്കിക്കളയാൻ അതിന് സാധിക്കും. അതിനെന്ത് വേണം? അല്ലാഹ് എന്ന ചിന്ത വേണം. നിങ്ങൾ കണ്ടില്ലേ അല്ലാഹുവിന്റെ ഖുർആൻ എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്നത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സനത്തുൻ വലാ നൗം. അല്ലാഹ് ലോകത്ത് എന്നും ജീവിക്കുന്നവനാണ്, മരണമില്ലാത്തവനാണ്, അറ്റം പറയാത്തവനില്ലാത്തവനാണ്, ടെൻഷൻ പറയാനില്ലാത്തവനാണ്, പ്രയാസം പറയാനില്ലാത്തവനാണ്. നീ പറയുന്ന മുതലാളിയാകട്ടെ, നീ പറയുന്ന ഭരണാധികാരിയാകട്ടെ, നീ പറയുന്ന നേതാവാകട്ടെ, നീ പറയുന്ന നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ വേലക്കാരനാകട്ടെ, ആരാണെങ്കിലും അവർക്ക് അവരുടെ വിഷമങ്ങളും അവരുടെ ലോകങ്ങളും ചിന്തിക്കുമ്പോ നിന്റെ ജീവിതത്തെ കൂടുതൽ അവന്റെ ജീവിതത്തെക്കാൾ പ്രയോറിറ്റിയായി കാണാൻ നിർവാഹമില്ല. എന്റെ തൊഴിലാളിയല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ തൊഴിലാളിയാണെങ്കിൽ പോലും അവന്റെ ജീവിതത്തിന്റെ പ്രയോറിറ്റി കഴിഞ്ഞിട്ടേ അവനിക്ക് എന്നെ നോക്കാൻ കഴിയൂ. നേരെ തിരിച്ച് ഞാൻ തൊഴിലാളിയും അയാള് മുതലാളിയാണെങ്കിൽ മുതലാളിയെ പരിഗണിക്കുന്നതിനേക്കാൾ എനിക്ക് എന്നെ പരിഗണിക്കണം. മുതലാളിക്ക് മുതലാളിയുടെ തൊഴിലാളിയെ പരിഗണിക്കുന്നതിനേക്കാൾ അയാളെ പരിഗണിക്കണം. ലോകസിട്ടാവായ അല്ലാഹ് അവനിക്കൊരിക്കലും മറ്റൊരു പ്രയോറിറ്റി പറയേണ്ടതില്ല. അവന്റെ കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല. അവന്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം ഖാലിഖുസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഫാത്തിറുസ് സമാവാതി വൽ അർള്, എല്ലാറ്റിന്റെയും അധിപനായ അല്ലാഹ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഉപയോഗിക്കുമ്പോൾ അത് കുറഞ്ഞു പോവാണ്. എന്റെ ബാങ്ക് അക്കൗണ്ട് ഞാൻ ഉപയോഗിച്ചാൽ അതിലുള്ള എമൗണ്ട് ചുരുങ്ങിയാണ്. അതിൽ വീണ്ടും വീണ്ടും കയറാനുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ അതിന്റെ കാര്യം ബേജാറാണ്. എന്നാ എന്റെ റബ്ബിന്റെ ഖജനാവിന്റെ കാര്യമോ അവൻ കൊടുക്കുന്നത് കൊണ്ട് കുറയാനുള്ളത് പറയാനില്ല. അവൻ കൊടുക്കുന്നത് കൊണ്ട് അവന്റെ അതിലൊരു സംഭവിക്കാനില്ല. അവന്റെ അതിൽ നട്ടം പിടിക്കാനില്ല. അവനെങ്ങനെ ജീവിക്കൂ എന്നുള്ള ടെൻഷൻ പറയാനില്ല. അതല്ലേ ലോകത്തിന്റെ മുഴുവനും അധിപനായ അല്ലാഹ്. ഞാൻ എന്റെ മുതലാളിയെ രാത്രി സമയത്ത് വിളിച്ചാൽ അയാൾ ഉറങ്ങാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഉസ്താദിനെ രാത്രിയിൽ വിളിച്ചാൽ ഉസ്താദ് ഉറങ്ങാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും എന്റെ കൂട്ടുകാരനെ രാത്രിയിൽ വിളിച്ചാൽ അവൻ ഉറങ്ങാണ്. ഫോണ് സൈലന്റ് ആണെങ്കിൽ അവൻ അറിയാൻ നിർവാഹമില്ല. അവൻ എടുക്കണമെന്ന് താല്പര്യപ്പെട്ടാൽ പോലും അവന്റെ ഉറക്കം റബ്ബ് തെളിയിച്ചിട്ടില്ലെങ്കിൽ വിളിച്ചാൽ അറിയണമെന്നില്ല. കാരണം അവൻ സ്വന്തത്തിൽ എഴുന്നേൽക്കാൻ കഴിയുന്നവനല്ല. അവൻ എഴുന്നേൽക്കണമെങ്കിൽ അവനിക്ക് എഴുന്നേൽക്കാനുള്ള കഴിവ് റബ്ബ് പഠിച്ചു കൊടുക്കണം. എന്നാ എന്റെ റബ്ബോ ആ റബ്ബിന് അവനിക്ക് ഉറക്കമില്ല. അവനിക്ക് തൂങ്ങി ഉറങ്ങി പോകുന്ന പ്രശ്നം പോലുമില്ല. സമയത്തും വിളിച്ചാൽ കേൾക്കുന്നവനാണവൻ. ഏതു സമയത്തും പറഞ്ഞാൽ അറിയുന്നവനാണവൻ. വേണ്ടാതിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നെ ഉദിക്കുന്ന കാര്യങ്ങളെ പോലും അറിയുന്ന റബ്ബാണ് അല്ലാഹ്. നിന്റെ ഞരമ്പുകളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പോലും നീ അറിയില്ലെങ്കിലും നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അറിയാത്തതില്ല. നീ അറിയണമെങ്കിൽ ചിലപ്പോൾ ബയോപ്സി എടുക്കണം. നീ അറിയണമെങ്കിൽ ചിലപ്പോൾ രക്തമെടുക്കണം. നീ അറിയണമെങ്കിൽ ചിലപ്പോൾ മൂത്രം ടെസ്റ്റ് ചെയ്യണം. നീ അറിയണമെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ അറിയണം. അവരുടെ ഉപദേശങ്ങൾ അറിയണം. അവർക്കറിയണമെങ്കിൽ ഞരമ്പ് പിടിച്ചു നോക്കണം. അവർക്കറിയണമെങ്കിൽ നിന്റെ ശരീരത്തിന്റെ പനിയുടെ ഗാംഭീര്യതയെ കുറിച്ച് പരിശോധന നടത്തണം. എന്നാൽ ലോകസിട്ടാവായ അല്ലാഹ് ടെസ്റ്റിന്റെ ആവശ്യങ്ങളില്ല.
പരിശോധനയുടെ ആവശ്യങ്ങളില്ല. ഒന്നുമില്ലാതെ അറിയുന്ന റബ്ബാണല്ലോ എന്റെയും നിന്റെയും സിട്ടാവായ അല്ലാഹ്. ആ റബ്ബിലേക്ക് നിന്റെ ഹൃദയത്തെ കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ റബ്ബിലേക്ക് നിന്റെ മനസ്സിനെ കൊടുക്കാൻ കഴിഞ്ഞാൽ, ലോകത്ത് നടക്കുന്നതൊന്നും പിന്നെ നിനക്ക് വിലമതിക്കാനുള്ളതല്ല. എല്ലാം ജീവിതത്തിൽ നടക്കേണ്ടതൊക്കെ നടക്കണം. പക്ഷെ അതൊരു ജീവിതത്തിൽ ടെൻഷനായി പറയാനില്ല. അതുകൊണ്ടല്ലേ സയ്യിദുനാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കണ്ടില്ലേ നിങ്ങൾ? ടെൻഷൻ ജീവിതത്തിൽ പറയാനില്ലല്ലോ. ഒരൊറ്റ ആൺകുട്ടികൾ വലുതായി വരുന്നത് വരെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൂട്ടിപ്പിടിക്കാനില്ല. പക്ഷേ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ പേരിൽ ഒരു ടെൻഷൻ പറയാനില്ല. ജീവിതത്തിലെ പല മേഖലകളിലും ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നു. എന്തിന്റെ പേരിൽ? അല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവിനെ അറിയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വീട്ടിൽ ജീവിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഗുഹയിലേക്ക് ഒളിക്കാൻ ഇറങ്ങി പോകുന്ന സമയത്ത് പോലും അല്ലാഹ് എന്ന ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമായപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഒളിത്താവളത്തിലേക്ക് പോകുന്നതിന് അവിടത്തേക്ക് വിഷമം തോന്നിയില്ല, പ്രയാസം തോന്നിയില്ല, ബുദ്ധിമുട്ട് തോന്നിയില്ല. അല്ലാഹ് എന്ന ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിലങ്ങ് കയറിക്കൂടിയപ്പോ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ കേട്ടില്ലേ നിങ്ങൾ? ഒരു മനുഷ്യരെയും വേദനിപ്പിച്ചില്ല എന്നല്ല, ഒരു സഹചാരിയും ബുദ്ധിമുട്ടിച്ചില്ല എന്നല്ല, ഒരു ജീവിയും പ്രയാസപ്പെടുത്തുന്നത് പോലും അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ കാണാനില്ല.